ആന നമ്മളെ കല്ലെടുത്തെറിഞ്ഞു. എന്താ ഉദ്ദേശിച്ച് വിളിച്ചതാണെന്ന് തോന്നുന്നല്ലേ? ആ പഴം കൊടുക്കാൻ വിളിച്ചതാ. ദാണ്ട് ഈ കല്ല് ആന തുമ്പിക്കൈക്കെടുത്ത് എറിഞ്ഞതാണ്. സംഭവം പഴം കൊടുക്കാൻ ഉദ്ദേശിച്ചതാണെന്ന് തോന്നുന്നു. അപ്പൊ പുള്ളിക്കാരന് ശരത്തള്ളിയത് മനസ്സിലായി. ഒരു പടലപ്പഴം ഇനിയും വേണമെന്ന്, അല്ലെങ്കിൽ ഇനിയും വേണമെന്ന്. വണ്ടി ഓമല്ലൂരപ്പൻ വണ്ടിയാണ്. ആ അത് നമ്മുടെ ആനകളെന്ന് പറയുന്ന ഓമല്ലൂർ മണികണ്ഠൻ, വെളിനെല്ലൂർ മണികണ്ഠൻ, വെളിനെല്ലൂർ മണികണ്ഠനാണ് ഈ നിൽക്കുന്നത്. പിന്നെ താമരക്കുടി വിജയൻ, താമരക്കുടി വിജയൻ, തിരുവല്ല ജയരാജ്, തിരുവല്ല ജയ, ഇത് നാലുമാണ് നമ്മൾ ഇത്ര ആനകൾ നമ്മൾ ഈ വണ്ടിക്കകത്ത് കൊണ്ടുപോകുന്നത്. പിന്നെ ഈ വണ്ടി എന്ന് പറയുന്നത് നമ്മളെ ഓമല്ലൂരുള്ള അപ്പുണ്ണി എന്ന് പറഞ്ഞാണ് എൻ്റെ വണ്ടി. അപ്പുണ്ണിയണ്ണ മാത്രമല്ല, വിമലെ, പിന്നെ നന്ദു ചേട്ടനെ, തൃപ്പാറ നന്ദു ചേട്ടനെ, വിമലെ, ഇവരെല്ലാവരും കൂടെ ഒരുമിച്ച് അതിന്റെ കാര്യങ്ങൾ നോക്കുന്നത്. നമ്മളതിന്റെ ഡ്രൈവർ ഇപ്പം സീസൺ തുടങ്ങുമ്പോൾ വണ്ടി നമ്മളെ ഏൽപ്പിക്കും. സീസൺ കഴിയുമ്പോൾ നമ്മൾ വണ്ടി കഴിവ് വൃത്തിയാക്കി അവരുടെ ഷെഡുണ്ട്, ഷെഡിൽ കയറ്റിയിടും. ഈ ഒരു ആന വണ്ടിയിലെ ഡ്രൈവർ എന്ന് പറയുന്നത് സാധാ ഒരു പാസഞ്ചർ വണ്ടി കൊണ്ടുപോകണതിനെ കാട്ടി കുറച്ച് ബുദ്ധിമുട്ടാണല്ലേ? നമ്മൾ വിട്ടു വരുന്നു, പെട്ടെന്ന് ചിലപ്പോൾ എന്തെങ്കിലും എടുത്ത് കുറുക്കിയാടിയോ അല്ലെങ്കിൽ ആരെങ്കിലും ആൾക്കാരുടെ അടുത്ത് കുറുക്കിയാടിയോ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ചവിട്ടാൻ പറ്റത്തില്ല. ഞാൻ എന്നാൽ എൻ്റെ അടുത്ത് പറഞ്ഞാൽ നമ്മൾ ചവിട്ടി കഴിഞ്ഞാൽ ഈ ആന എന്ന് പറയുമ്പം നമ്മൾ ഈ കഴയൊക്കെ എടുത്തിട്ടെന്ന് പറഞ്ഞാലും എല്ലാത്തിനും ഗ്യാപ്പ് ഉണ്ടാവും. ഒരു നിശ്ചിത ഗ്യാപ്പിനകത്തല്ലേ ആന. മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പെരുമ്പോം ചെന്നിടിക്കും, അതിൽ തന്നെ കൊമ്പ് ചെന്നിടിക്കും. അങ്ങനെയുള്ള പ്രശ്നം അതൊക്കെ അന്നേരം പ്രശ്നമായില്ലെങ്കിലും ഭാവിയിൽ അതൊക്കെ ആനയ്ക്ക് കേടുണ്ടാവും. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ കൊണ്ടുവന്നൊരു മുതലിനൊരു ആവത്തില്ലാതെ കൊണ്ടുവരിക എന്നുള്ളത് നമ്മുടെ ഒരു ഉത്തരവാദിത്വമല്ലേ? അപ്പൊ അവരിപ്പോ നമ്മുടെ വണ്ടിയിൽ ഒരു ആനയെ കയറ്റി വിടുന്നു. അപ്പൊ അവർക്കൊരു ഉദ്ദേശം ഉണ്ട്, ഇന്ന വണ്ടിയിലാ ഇന്ന ആളെ ഡ്രൈവർ, കുഴപ്പമില്ല, പോയിട്ട് കറക്റ്റായിട്ട് തിരിച്ചെത്തും എന്നൊരു സമാധാനം അവർക്കുണ്ട്. അത് ഇപ്പൊ നമ്മളെ വിശ്വാസം ഉണ്ടാകണ്ടല്ലേ നമ്മളെ വണ്ടി കയറ്റി വിടുന്നത്. നമ്മളാ വിശ്വാസം ഇല്ലാതാക്കുന്നത് ശരിയാന്നു. അതിലൊക്കെ ഉപരി ഇത് നമ്മളെപ്പോലുള്ള ജീവനല്ലേ? അതിന്റെ ജീവൻ ഒരു ആപത്ത് വരുത്തിട്ട് നമുക്ക് എന്തോ സാധിക്കാൻ? പിന്നെ ഈ പറഞ്ഞാല് നമ്മളിങ്ങനെ ഞാൻ ചവിട്ടി പിടിച്ചുള്ള ഓട്ടവും പരിപാടിയൊന്നുമില്ല. ഇനി ആരെവിടെ കിടന്ന് എന്തോ ഇളക്കി പറിച്ചെന്ന് പറഞ്ഞാലും ശരി തന്നെ, ഞാൻ എൻ്റെതായിട്ടൊരു സ്പീഡുണ്ട്. ആ സ്പീഡേ ഞാൻ ആനയെ കൊണ്ട് വരത്തുള്ളൂ. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഉറങ്ങാൻ വന്നു കഴിഞ്ഞാൽ വണ്ടി അപ്പം സൈഡാക്കി ഉറങ്ങും. അവിടെ പിന്നെ ഞാൻ വലിയ ഡ്രൈവറാ, ഞാൻ ഇവിടുത്തെ കൊലകുത്തിയ ഡ്രൈവറാണെന്നും പറഞ്ഞിട്ട് ഉറക്കപ്പിച്ചാല് വണ്ടി ഓടിച്ചു പോകുന്ന പരിപാടിയൊന്നും ഇല്ല. അങ്ങനെയുള്ള ഒരു പരിപാടി നമുക്കില്ല, അതിന്റെ ആവശ്യവും. ഇയാൾ 5 മിനിറ്റ് താമസിച്ച് 5 മിനിറ്റ് താമസിച്ച് ചിലപ്പോൾ അവർ 2 തെറി വിളിക്കായിരിക്കും, എന്നാലും വിഷയമില്ല. ഇത് എവിടെയെങ്കിലും പോയി മറിയോ പറിക്കുകയോ ചെയ്ത് അല്ലെങ്കിൽ ഇതിനെന്തെങ്കിലും ആവത്ത് വന്ന് അല്ലെങ്കിൽ കൂട്ടത്തിൽ ആരെങ്കിലും